ഹായ് എല്ലാവർക്കും ആശയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഇപ്പം ഇത്രയും ദിവസം ടീച്ചേഴ്സിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ കൂട്ടുകാർ വിചാരിച്ചിട്ടുണ്ടാവും അവരെല്ലാം ഞാൻ മറന്നു. ടീച്ചേഴ്സും കുട്ടികളും ചേരുന്നതാണല്ലോ സ്കൂൾ ജീവിതം. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഞങ്ങൾ പഠിക്കുമ്പോൾ കുറേ ചേച്ചിമാർ സീനിയർ ചേച്ചിമാർ പഠിക്കാൻ വേണ്ടി മാത്രമുള്ള കുറേ ചേച്ചിമാരുണ്ടായിരുന്നു. വാണി ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ആ സീനിയറിൽ ആ ഒരു ചേച്ചിയുടെ പേര് മാത്രമാണ് ഓർമ്മയുള്ളത്. പിന്നെ ചേച്ചിമാരെ കണ്ടറിയും. ആ ചേച്ചിയുടെ അച്ഛൻ PTA പ്രസിഡൻ്റായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ബാച്ച് വന്ന് കയറിയപ്പം അഞ്ജു P. അർജുൻ ലളിതഗാനം, മാപ്പിളപ്പാട്ട്, അക്ഷര എഴുത്ത്, നമ്മുടെ സോവിനിയറിലൊക്കെ എഴുതില്ലേ പക്കയായിട്ട് എഴുതും. അങ്ങനെ എല്ലാത്തിലും ഫസ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് മിന്നു മുംതാസ് വന്നു. ആളാണെങ്കിലോ കിടിലൻ സിംഗറാ, മാപ്പിളപ്പാട്ടിൻ്റെ ഉസ്താദ്. പിന്നെ മാർഗംകളി LIGയിൽ നിന്ന് പോകുന്നുണ്ടെങ്കിൽ വിജയം നേടിയിട്ടേ വരുള്ളൂ. അപ്പം അങ്ങനെ കുറേ കുട്ടികളുണ്ടായിരുന്നു. പിന്നെ അക്ഷരശ്ലോകം ചൊല്ലാനായിട്ടൊരു വേണി ഉണ്ടായിരുന്നു. അക്ഷരശ്ലോകം ഞങ്ങൾ ചുമ്മാ ഇരിക്കുമ്പോഴൊക്കെ ചൊല്ലിക്കും. പിന്നെ ഓർക്കാനുള്ള എന്താ വെച്ചാൽ സ്കൂൾ തുറക്കുമ്പോൾ എല്ലാവരും ആലോചിക്കുന്നുണ്ടാവും അവരവരുടെ കുട്ടിക്കാലം. പക്ഷെ അത് മക്കളോട് പറഞ്ഞാൽ അത് ഏൽക്കില്ലടോ. അപ്പം അന്നേരം നമ്മളുടെ കാര്യങ്ങൾ നമുക്ക് പറയാൻ കൂടെ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള മീഡിയാസ് ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഹീറോ ആരായിരുന്നു എന്നറിയോ? ആന വീട്ടിലുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു. കണ്ടംപുള്ളി ആനയുള്ള വീട്ടിൽ ആ കുട്ടി. അപ്പം ഇടയ്ക്കിടയ്ക്ക് വിശേഷമൊക്കെ ചോദിക്കും. പക്ഷെ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ആന ചെരിഞ്ഞത്. അവരുടെ തറവാട്ട് വീട്ടിലായിരുന്നു. പക്ഷെ എങ്കിലും ആനേനെ പിന്നെ കുറേ പേര് സ്ഥിരം പഠിപ്പിച്ചിട്ട് സെജി, സൗമ്യ, അങ്ങനെ കുറേ ടീമുകളൊക്കെ പഠിക്കാൻ വേണ്ടി മാത്രം സ്കൂളിൽ വരുന്നവരാണ്. ഇതിലൊന്നും പെടാത്ത ടീമിൽ പെട്ടതാണ് ഞാനൊക്കെ. പക്ഷെ പഠിക്കും എന്നാൽ പഠിക്കില്ലേ, ഡാൻസ് കളിക്കുമോ ഡാൻസ് കളിക്കില്ല, അങ്ങനെ ഉള്ള കാര്യം. സ്പോർട്സിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും LIG ഏറ്റവും മുന്നിലാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു കാലഘട്ടത്തിൽ കടന്നു പോകുമ്പോൾ പിന്നെ ഇപ്പം ഞാൻ ഇത്രയും സന്തോഷം പറഞ്ഞില്ലേ, പക്ഷെ ഞങ്ങൾക്ക് അന്ന് പഠിക്കുമ്പോഴും ഒരു വിഷമം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ അധ്യാപകർ ഞങ്ങളെ പഠിപ്പിച്ച മുൻപുള്ള അധ്യാപകരൊക്കെ മരിച്ചു. കുറച്ച് പേരൊക്കെ ഇപ്പോഴും ഉണ്ട്. അതേപോലെ തന്നെ ഇപ്പം ഇത്രയും സന്തോഷം പറഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങൾ പഠിക്കുമ്പോൾ ഉള്ളൊരു ദുഃഖം ഉണ്ടായിരുന്നു. ഞാൻ 6Bയിലും എൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ 6C എന്ന് പറയുന്നത് ഞങ്ങളുടെ സ്കൂളിൻ്റെ ഒരു മരപ്പടി ഗോവണിയുള്ള സിസ്റ്റർ അൻസയായിരുന്നു അതിലെ ക്ലാസ് ടീച്ചർ. അവിടെ ഒരു രേഷ്മ എന്ന് പറഞ്ഞൊരു കുഞ്ഞുണ്ടായിരുന്നേ. ആ കൊച്ച് ഞങ്ങൾ 6ലെത്തുമ്പോഴാണ് ആ കുട്ടി മരിക്കണേ. അത് മരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൊച്ചിന് ബ്ലഡ് ക്യാൻസർ ആയിരുന്നു. അപ്പോൾ ക്ലാസ്സിൽ കുറച്ചേ വന്നിട്ടുള്ളൂ. പക്ഷേ അന്ന് ഞങ്ങളുടെ സ്കൂൾ മൊത്തം കരഞ്ഞ ദിവസമാണ്. പക്ഷേ സിസ്റ്റർ അൻസ അന്ന് കരഞ്ഞ് മുഖമൊക്കെ ചുമന്ന്, സിസ്റ്ററാണെന്നുണ്ടെങ്കിൽ നല്ല സുന്ദരി സിസ്റ്ററാണ്, വെളുത്തിട്ട്. സിസ്റ്ററൊക്കെ അന്ന് കരഞ്ഞ് മുഖമൊക്കെ ചുമന്ന് ആ രംഗം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇപ്പം നമ്മുടെ ഓരോ കുഞ്ഞുങ്ങളും ഓരോ നിസ്സാര കാര്യത്തിന് വേണ്ടി സൂയിസൈഡ് ചെയ്യുക ഒക്കെ ചെയ്തപ്പോൾ ഇത് ഓർക്കാനുള്ളൊരു കാരണം കൂടെ ഇപ്പോൾ അത് എന്നതാന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു നിസ്സാര കാര്യത്തിന് പോലും സൂയിസൈഡ് ചെയ്യുന്ന കുട്ടികളാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെയൊക്കെ ജീവിതങ്ങളുണ്ട് എന്നുള്ളത്. അതേപോലെ തന്നെ ഞങ്ങളുടെ സ്കൂളിൽ ഞങ്ങൾ പഠിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ സീനിയറായിരുന്നു 2 ചേച്ചിമാർ. അതിൽ ഒരു ചേച്ചിയുടെ പേര് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ചേച്ചീനെ കണ്ടാൽ എനിക്കറിയാം ഞങ്ങളുടെ വീടിൻ്റെ ആ ഭാഗത്താണ്. ആ ചേച്ചി ഇപ്പോൾ ഡിസബിലിറ്റി ആയി, കാരണം കാല് മുറിഞ്ഞു പോയി ആക്സിഡൻ്റ് ഉണ്ടായ സമയത്ത്. സിജി എന്ന് പറഞ്ഞ ചേച്ചി സ്പോട്ടിൽ മരിച്ചു. രാവിലെ ട്യൂഷൻ കഴിഞ്ഞ് വരികയായിരുന്നേ. അപ്പം അങ്ങനെ നല്ല ഓർമ്മകളും ചീത്ത ഓർമ്മകളൊക്കെ ഉള്ളതാണ് നമ്മളുടെ കുട്ടിക്കാലം എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആ കുട്ടികൾക്ക് അതിനെക്കുറിച്ച് ഒരു ചിന്തയില്ല. അങ്ങനെ പറയണം അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം എന്നുള്ളതൊന്നും. പക്ഷെ നമ്മൾ പറഞ്ഞാലും അത് ഉൾക്കൊള്ളില്ല. ഇപ്പോഴും ഞാൻ ഹൈസ്കൂളിൽ ഞങ്ങളുടെ ടീച്ചർമാർ പറഞ്ഞിട്ട് ഹിന്ദിയും ഇംഗ്ലീഷ് പ്രോവർബും അതൊക്കെ എഴുതി വെക്കാനായിട്ട്, ലെറ്റർ അതിൻ്റെ ഫോർമാറ്റൊക്കെ എഴുതി വെക്കാനായിട്ട് ഒരു ബുക്ക് വേണമെന്ന് പറഞ്ഞു. ആ ബുക്ക് ഞാൻ ഇപ്പോഴും നിധി പോലെ, അതുപോലെ നിങ്ങളും സൂക്ഷിച്ചു വെക്കുന്നുണ്ടാവുമായിരിക്കാം. അങ്ങനെ ഓരോ ഓർമ്മകൾ, അതുപോലെ നമ്മൾ ഓട്ടോഗ്രാഫ് എഴുതിക്കുക.
ഈ വർഷം ഞാൻ കണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഓട്ടോഗ്രാഫ് വേണ്ട. വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഒക്കെ ഉണ്ടല്ലോ, അതിൽ ഞങ്ങൾ ഫോളോ ചെയ്യൂല. പിന്നെ എന്തിനാണ് ഓട്ടോഗ്രാഫ്? പക്ഷേ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് മറച്ചു നോക്കാൻ ഞാൻ ഇപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ്. മാർച്ച് മാസം ആവുമ്പോൾ ആ ഓട്ടോഗ്രാഫൊക്കെ ഒന്ന് പൊടി തട്ടിയെടുത്ത്, സമയം ഉണ്ടാവില്ല, ചിലപ്പോൾ മറന്നു പോകുമെങ്കിലും ഫ്രീ ആയിട്ട് എപ്പോഴെങ്കിലും ഇരിക്കുന്ന സമയത്ത് ഞാൻ അത് മറച്ചു നോക്കും. അതൊരു സന്തോഷമാണ്. പിന്നെ ഇപ്പോഴും സ്കൂളിൻ്റെ മുറ്റത്ത് കൂടെ പോകുമ്പോൾ ആ മുറ്റത്ത് ഒന്ന് ഇറങ്ങി ഒന്ന് ഉണ്ണിക്കുട്ടനെയൊക്കെ ഒന്ന് കണ്ട്, അതൊക്കെ ഒരു സന്തോഷം. അതൊന്നും തിരിച്ച് കിട്ടില്ലല്ലോ എന്നുള്ള ഒരു വേദനയുണ്ട്. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടേതായ കൂട്ടുകാരുണ്ടാവും. ഇനി എൻ്റെ ചാനൽ ഇത് ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഞാനിങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യണം. അല്ല, ഇത് നല്ലതാണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു സസ്പെൻസായി വീണ്ടും വരും വരെ ബായ്.